ഹായ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ആൾക്കാരെയും ചിന്ത തന്നത് അത് പണക്കാർക്കുള്ള ഒരു സംഭവമാണെന്നാണ്. പക്ഷേ എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് എടുത്തിരിക്കേണ്ട ഒന്നാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. അതൊരു ലക്ഷറി അല്ല, അത് നെസസിറ്റി ആണെന്നുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് തരാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മൾ ഈ ഒരു ഗസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. അപ്പോൾ സാറിന്റെ പേര് ജുബിനീഷ് എന്നാണ്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ സാറോട് ചോദിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ സാർ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് 10 വർഷമായി അല്ലേ? ഞാൻ ഇതിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് പല കൺട്രീസിലും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് മാൻഡേറ്ററി ഉള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് നമ്മളെ ഇന്ത്യയിൽ ഇത് നിർബന്ധം ആക്കാത്തതുകൊണ്ടായിരിക്കും? താരതമ്യേന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളെ രാജ്യം വികസിച്ച് വരുന്നതേ ഉള്ളൂ. അതിൻ്റെതായ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി വരുന്ന സമയത്ത് ഓരോരുത്തരുടെയും ഒരു പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്കല്ല ഇത് വരുന്നത്. സർക്കാരിന്റെ പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ നമുക്ക് പലരെയും സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ട് മിനിമം ആയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പേഴ്സണലി നമ്മളെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള സമയത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പല ആളുകളും അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നതിന് ശേഷമാണ് നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ പറ്റുമോ, അതുകൊണ്ടുള്ള പിന്നെ പെട്ടെന്ന് നാളെ ഒരു സർജറി ഉണ്ട് അല്ലെങ്കിൽ ഒരു സർജറിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വരുന്നത്. പലപ്പോഴും ആരോഗ്യമുള്ള സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളും ഞാനും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെയാണ് എല്ലാവർക്കും ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഇത് എടുത്തു വെച്ചാൽ ഭാവിയിൽ ഇന്ന് നമ്മൾ കാണുന്ന പല ഹോസ്പിറ്റലുകളിലും പോയ ആൾക്കാരെല്ലാം ഇതേപോലെ അസുഖമൊന്നും വരില്ല എന്ന് വിശ്വസിച്ച അതേ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഒരു ആരോഗ്യ പ്രശ്നം വരുന്നതിന് മുമ്പേ എടുത്തു വെച്ചാൽ ഭാവിയിൽ വന്നേക്കാവും. അതൊരു പനി ആയിക്കോട്ടെ, ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, മേജർ ഇല്ലസുകൾ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കുറെ കമ്പനികളുണ്ട്, കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരും? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നല്ല രീതിയിലുള്ള ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണോ നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് ഇന്ത്യയിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് കൂടുതലുള്ള ഒരു സ്ഥലമായി ഒരു കമ്പനീനെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്ക് പേയ്മെന്റ് കൊടുക്കാതെ തന്നെ? അതെ, ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ പോലുള്ള ഒരു ലീഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 16,000-ൽ കൂടുതൽ ഹോസ്പിറ്റലുകളുടെ നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണ്. കാലിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഇല്ലാന്ന് തന്നെ പറയാം. അതുകൊണ്ടുള്ള സൗകര്യം, നമുക്കൊരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് നമ്മളത് എടുത്തു വെച്ചിരിക്കുന്നത് ആ ഒരു മെഡിക്കൽ എമർജൻസിനെ കവർ ചെയ്യാൻ, സാമ്പത്തികപരമായി കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഫിസിക്കലി വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരു നെറ്റ്വർക്ക്, ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഇല്ലാത്ത കമ്പനിയുടെ പോളിസിയാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ആ ഫണ്ട് അവിടെ നിന്ന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, റീംബേഴ്സ് ചെയ്ത് വായിക്കാം. അപ്പോഴും നമ്മൾ ആ സമയത്ത് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള കമ്പനിയുടെ ഹോസ്പിറ്റലിലാണ് ചെല്ലുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ പോളിസി ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി നേരിട്ടിട്ട് ഹോസ്പിറ്റലിനെ സെറ്റിൽ ചെയ്തോളൂ. നമ്മൾക്ക് നമ്മൾ അതിലൊരു കാര്യം ആ സമയത്ത് നമുക്ക് ഫിസിക്കലി നമ്മൾ വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിനാൻസിന്റെ കാര്യം ആലോചിച്ചിട്ട് മെന്റലി കൂടെ ഒരു സ്ട്രെസ് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്യാഷ്ലെസ് ഫെസിലിറ്റിയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും കൂടുതലുള്ള കമ്പനിയുടെ ഉൽപ്പന്നമായിരിക്കണം നമ്മൾ വാങ്ങിക്കണം. വേറെ ഈ നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് ഏതൊരു പോളിസി ബസ് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഇതിലൊക്കെ എടുക്കുന്ന സമയത്ത് ചിലത് നമുക്ക് 80% നമുക്ക് ക്ലെയിം കിട്ടും, ചിലത് 90% കിട്ടും, ചിലത് 100% എവിടെയും കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ 100% കാണാതെ? 100% ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ കമ്പനിയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പുതിയ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് 100% കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 100% കിട്ടാത്ത പോളിസികൾ എന്ന് പറയുന്നത് 60 വയസ്സിന്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് താരതമ്യേന പ്രീമിയം കൂടുതൽ വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു പ്രീമിയം കുറച്ച് കൊടുക്കുന്നു. പകരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലെയിം വരുന്ന സമയത്ത് ഒരു നിശ്ചയ ശതമാനം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹോസ്പിറ്റലിൽ പേ ചെയ്താൽ മതി എന്ന് പറയുന്നത്. കാരണം കസ്റ്റമർക്ക് ഒരു 75 ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു വലിയ പ്രീമിയം അഫോർഡ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, കുറഞ്ഞ പൈസയ്ക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ക്ലെയിം സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് അവിടെ അടയ്ക്കാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ. പക്ഷെ ഇപ്പം അതല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് കവറേജ്, അതായത് 100% കവറേജ് തരാം, നിങ്ങൾക്ക് കാശിരാൻ തയ്യാറാണെന്ന് പറയുന്ന ആൾക്കാർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, 100% കവറേജ് ഉള്ള പോളിസികൾ മാർക്കറ്റിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, പോളിസി ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് നിങ്ങളെ ഇത് നിർത്തുന്ന സമയത്ത്
ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ എടുക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് എടുക്കാം, അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫാമിലി ഉദ്ദേശിക്കുന്നത്? അതായത് ഏതാണ് ഒരാൾക്ക് ബെറ്റർ, ഏതായിരിക്കും ഫാമിലി ആണോ ഇൻഡിവിജ്വൽ? ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസീസ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഓരോരുത്തർക്കും 10 lakhs വെച്ചിട്ടോ അല്ലെങ്കിൽ 15 lakhs വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. അതെല്ലാം ഫ്ലോട്ടർ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ നമ്മൾ സംരക്ഷിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, അതുപോലെ 15 ലക്ഷം രൂപയാണെങ്കിൽ ആ ഫാമിലിയിൽ പെട്ട എല്ലാവർക്കും കൂടി ആയിരിക്കും ആ എമൗണ്ട് ഉള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയതായി മാർക്കറ്റിൽ കൊണ്ടുവന്ന എല്ലാ പ്രോഡക്റ്റുകളിലും അത് അൺലിമിറ്റഡ് കവറേജ് ആണ്. ഒരു വ്യക്തി ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാലും കമ്പനി അത്ര തന്നെ വീണ്ടും റീഫില്ല് ചെയ്തു തരും, അൺലിമിറ്റഡ് ടൈം. എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു 20 ലക്ഷത്തിന്റെ പാക്കേജ് ഫാമിലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയൊരു 10 lakh അത് ചെലവായാലും പിറ്റേ ദിവസം അത് പിന്നെ അതിന്റെ ഒരു സിംഗിൾ ബില്ല് നമ്മൾ ആ മാക്സിമം എമൗണ്ട് എത്രയാണോ നമ്മൾ സം ഇൻഷുർഡ് അതായിരിക്കും നമ്മൾ തരുന്നത്. പക്ഷെ ഒരു ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇപ്പോൾ ചിലപ്പോൾ ചില സർജറികൾ കഴിഞ്ഞ് ഇൻഫെക്ഷൻ വന്നിട്ട് വീണ്ടും വരാം, അതല്ലെങ്കിൽ ഫാമിലിയുടെ മറ്റൊരു മെമ്പർക്ക് ഒരു ആവശ്യം വന്നിട്ട് വരാം. നമ്മളൊരു വർഷത്തേക്ക് ശരിക്കും ഒരു 20 lakhs എടുത്ത ഒരാൾക്ക് 20 lakhs കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു സാധാരണഗതിയിൽ. പക്ഷെ നമ്മുടെ ഈ ഒരു ബെനിഫിറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാരണവശാലും വീണ്ടും വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിൽ മറ്റാർക്കെങ്കിലും ഒരു അസുഖം വന്നാലും ഈ ഓട്ടോഫിൽ ആവുന്ന എമൗണ്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം, അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അത് പല രീതിയിലാണ്. ഫുൾ എമൗണ്ട് എക്സോഷൻ ആയാലും കിട്ടും, പാർഷ്യലി ആണെങ്കിലും നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസർ പോലുള്ള മേജർ ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആദ്യം തന്നെ സർജിക്കൽ പരിപാടികൾക്കെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ റീസ്റ്റോറേഷൻ ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് ഫോളോ അപ്പിനെല്ലാം പോകുമ്പോഴും എന്താണോ നമ്മൾ ആക്ച്വലി വാങ്ങിച്ചിരിക്കുന്ന സമയത്തോട് അത് അവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതുപോലത്തെ ബെനിഫിറ്റ് ഉള്ളതാണോ എന്നാണ് നമ്മൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ഇൻഷുറൻസ് എടുത്ത ഉടനെ കിട്ടുന്ന നമുക്ക് ട്രീറ്റ്മെന്റ് അതിൽ ഇൻക്ലൂഡ് ആവില്ലല്ലോ. സാധാരണഗതിയിൽ ഒരു ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോളിസി എടുത്ത ആദ്യത്തെ ദിവസം തൊട്ടിട്ട് അപകടത്തിനാണ് കവറേജ്, ആക്സിഡന്റ് കവറേജുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 30 days കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അസുഖങ്ങളുടെ അതായത് 31ാമത്തെ ദിവസത്തിന് ശേഷം പനി തൊട്ടങ്ങോട്ട്, അതായത് 31ാമത്തെ ദിവസത്തിന് ശേഷം കണ്ടെത്തുന്ന അസുഖങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സുകളായ ക്യാൻസർ, പിന്നെ അറ്റാക്ക് പോലെയുള്ള സാധനങ്ങൾ, ഫുഡ് പോയിസൺ, ഫീവർ പോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും 31ാമത്തെ ദിവസത്തിന് ശേഷം, ക്യാൻസറൊക്കെ 31ാമത്തെ ദിവസത്തിന് ശേഷം തന്നെ നമ്മളത് കവർ ചെയ്യും. ഇതിൽ കവർ ചെയ്യാത്ത ഡിസീസസ് ഏതൊക്കെ? കവർ ചെയ്യാത്ത ഡിസീസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ സൗന്ദര്യവർദ്ധക ചികിത്സകൾ, എങ്ങനെ സൗന്ദര്യവർദ്ധക കോസ്മെറ്റിക്സ് ട്രീറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ തടി കുറയ്ക്കാനുള്ള സർജറികൾ, അതിൽ ചില പ്രൊഡക്റ്റുകൾ തടി കുറയ്ക്കുന്ന സർജറികൾ അഡീഷണൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ജെൻഡർ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഒരു ഇൻഷുറൻസ് കമ്പനി സാധാരണഗതിയിൽ കവർ ചെയ്യാതെ വരുന്നുള്ളൂ. പിന്നെ ഈ ഒപ്താമിക് ട്രീറ്റ്മെന്റ്സും പിന്നെ ഡെന്റൽ പ്രൊസീജിയേഴ്സും അത് ചില പ്രോഡക്റ്റുകളിൽ നമ്മൾ കൂടുതൽ പ്രീമിയം ചെയ്യുന്ന പോളിസികളിൽ ഓപ്ഷണൽ ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. അത് ചില കോംപ്രിഹെൻസീവ് ടൈപ്പ് പോളിസീസ് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഈ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ യങ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണ്, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യം ഒന്നും തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരോട് സാറിന് എന്താ പറയുന്നത്? അത് ശരിക്കും തെറ്റായ ധാരണ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഇവിടുത്തെ എന്താ പറയുക ഇത് ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ റിസ്ക് സാധ്യതകൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് കാർഡിയാക് ചാൻസസ് ഏറ്റവും കൂടുതൽ കാണുന്നത് യങ് ഏജിൽ ഇപ്പൊ ഒരുപാട് കേസുകൾ തന്നെ നജീബിലും മറ്റൊക്കെ കുഴഞ്ഞു വീഴുന്നതും പല ആൾക്കാരും. നമ്മൾ എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്താൽ പോലും നമുക്കറിയാം അപകടം സംഭവിച്ചുകൂടെ എപ്പോ വേണമെങ്കിലും. മേജർ ഫുഡ് പോയിസൺ വന്നിട്ട് എത്ര മരണം സംഭവിക്കുന്നുണ്ട്. ഇതുപോലത്തെ സാധ്യതകളെല്ലാം ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാം. പിന്നെ നമ്മൾ ഈ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നട്ടലിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വെയിറ്റ് എടുക്കുമ്പോഴോ മറ്റോ ഒക്കെയാണ് പറ്റിയതെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ ഒരു ഡിസ്ക് കമ്പനിയിലൊക്കെ വന്ന ആൾക്കാരെ എന്ത് ചെയ്യില്ല, ഇൻഷുറൻസിലേക്ക് എൻറോൾ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഫ്യൂച്ചറിലേക്ക് വൺ ടൈം അല്ല ഭാവിയിൽ വീണ്ടും അത് എല്ലാവർക്കും അപ്പൊ ഇൻഷുറൻസ് കിട്ടില്ലെന്ന് പറയാം. ഇങ്ങനത്തെ വലിയ വലിയ കണ്ടീഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നതാണ്. ഇൻ കേസ് ഞാനിപ്പോ എനിക്ക് എന്റെ ഒരു അസുഖമുണ്ട്, വലിയൊരു അസുഖമുണ്ട്, പക്ഷെ ഞാനത് മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഒരു അസുഖം പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാലും എന്തായിരിക്കും ഉണ്ടാവുക? അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 2-3 വഴികളിലൂടെ, ഒന്ന് നമ്മൾ കസ്റ്റമറുടെ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ ടെലിഫോൺ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ അങ്ങനെ ഒരു സംഭവം മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിക്കും ഇൻഷുറൻസ് കമ്പനി ചീറ്റിയാണ് ചെയ്യുന്നത്. ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ക്ലെയിംസിന്റെ മുകളിലെല്ലാം ഇഷ്യൂസ് വരുന്നത്. കാരണം നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നം നിങ്ങൾ എൻ്റെ അടുത്ത് പോളിസി വാങ്ങിക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യ എന്താ പറയുക മുമ്പുള്ള പൂർവ്വകാല ചരിത്രം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ
നിങ്ങൾ നമ്മുടെ അടുത്തത് പറയുമ്പോൾ നമ്മളത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സ് നോക്കി അത് നിങ്ങൾക്ക് ഇൻഷുർ തരാൻ പറ്റുന്ന സാധനമാണോ എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ കാശ് തിരിച്ചു തരുന്നുണ്ട്. ഇനി അതല്ല നമുക്കതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അഡീഷണൽ മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ നമുക്ക് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ അതിന് മടിച്ച് മാറി നിൽക്കുമ്പോഴാണ് ഭാവിയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാർഡിയാക്കിന് ഒരു എക്കോസ്പിൻ പോലെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കാം. ഭാവിയിൽ ഒരു അപകടമോ മറ്റോ സംഭവിച്ചു ചെല്ലുമ്പോൾ എനിക്ക് കാർഡിയാക് പ്രശ്നത്തിനല്ലല്ലോ ഞാൻ ട്രീറ്റ്മെന്റ് ചെന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വരുന്ന വിഷയം ഈ അസുഖം നമ്മുടെ അടുത്ത് ആദ്യമേ പറഞ്ഞാൽ അന്നേ നമ്മൾ ചിലപ്പോൾ ആ പ്രപ്പോസൽ റിജക്ട് ചെയ്തേനെ. അപ്പം അർഹതപ്പെടാത്തൊരു സാധനം കയ്യിൽ വാങ്ങി വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് നാളെ നമ്മളെ ക്ലെയിമിന്. അതായത് ഞാൻ ഇനീഷ്യലി നിങ്ങളെ സ്റ്റാറിന് ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ചോദിക്കല്ലോ, നമ്മളെ ഫാമിലി തന്നെ ക്ലോസ് ആയിട്ടുള്ള ആൾ പറഞ്ഞു സ്റ്റാറിന് അത് എടുക്കണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് അവർക്ക് ഡിസീസസ് വന്നപ്പോൾ ഇവര് ക്ലെയിം കിട്ടിയില്ല എന്നാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ അപ്പൊ ഈ സംഭവം മാനോട് ചോദിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞ വെച്ചാല് ഞാൻ എന്റെ ആ ഫാമിലി റിലേറ്റഡ് ചോദിച്ചു, നിങ്ങള് സ്മോക്ക് ചെയ്യുമൊക്കെ? ആള് സ്മോക്ക് ചെയ്യും, ആൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ പല കണ്ടീഷൻസിനെ കൊണ്ടാണ് അത് റിജക്ട് ആയിട്ട്. വേറൊരു കാരണമുണ്ട്, കാരണം ആള് ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് സ്മോക്കിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ നേരെ വെച്ചിട്ട് വേറൊരു ഫാമിലി റിലേറ്റീവ് ഉണ്ട്, അവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റൽസിൽ ₹1 കൊടുക്കാൻ ട്രീറ്റ് ചെയ്യുന്നത് സെയിം നമ്മളെ സ്റ്റാറിലാണ്. അപ്പൊ നമ്മൾ ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇൻഷുറൻസ് ഒരിക്കലും എടുക്കാൻ പറ്റുമോ? ഇൻഷുറൻസ് എടുക്കുന്നത് ശരിക്കും നിയമപരമായിട്ട് എടുക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും ഡ്രഗ്സിന്റെ ഈ ഉപയോഗം ഉണ്ടായിട്ട് ഇപ്പോൾ ലിക്കർ അടിച്ചിട്ട് ആൽക്കഹോളിക് ലിവർ സിറോസിസ് വരിക, സ്മോക്കിംഗ് കാരണം COPD ഈ പൾമണറി ഡിസീസ് വരിക, അങ്ങനത്തെ കേസുകളിൽ അതിന്റെ മെയിൻ കോസ് ഈ ലഹരിയുടെ ഉപയോഗം തന്നെയാവുന്ന സമയത്ത് നമുക്കിവിടെ ഇന്ത്യൻ നിയമപ്രകാരം നമുക്കൊരു പല സാധനങ്ങൾക്കും എന്ത് ചെയ്യും, അത് റിജക്ഷൻ തരും. അതേ സിസ്റ്റം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിലും വരുന്നത് എന്ന് മാത്രമേ വരുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മള് ഇപ്പോൾ നമുക്ക് 3 ലക്ഷത്തിന് ഇൻഷുറൻസ് ഉണ്ട്, 5 ലക്ഷത്തിനുണ്ട്, 10 ലക്ഷം, അങ്ങനെ ഒരുപാട് നീണ്ടുപോകും. ഒരു വ്യക്തി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ ആൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണ് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നൊക്കെ? നമ്മളൊരു മിനിമം ഇന്നത്തെ ഇവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു മെഡിക്കൽ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മിനിമം 20-25 ലക്ഷം രൂപ തൊട്ട് മുകളിലേക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഇന്ന് ഒരു മാന്യമായ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലുകളെ സമീപിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നിപ്പം ബേസിക്കലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തരുന്ന ആൾക്കാർ ബേസ് ആയിട്ടുള്ള ഒരു കവറേജ് നോക്കുമ്പോൾ 3 lakhs തൊട്ടിട്ടൊക്കെ കിട്ടും. പക്ഷെ അതിന് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മള് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു ഇൻഷുറൻസും ചെന്നിട്ട് ഇവിടുത്തെ ലീഡിംഗ് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന സമയത്ത് അവിടുത്തെ റൂം റെന്റും ICUവും പിന്നെ നമ്മുടെ ക്യാഷ് ഇതിന്റെ ചാർജസ് കണ്ടല്ലോ, എന്താ പറയാ, വെന്റിലേറ്റർ, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നേരത്തെ ഹൈബ്രിഡ് പ്ലാൻ അങ്ങനെ എന്തോ നമുക്ക് ആഡ് ഓൺ ചെയ്യുന്ന ഒരു സംഭവം അല്ല. അങ്ങനെ ആഡ് ഓൺ ചെയ്യാൻ ഇപ്പം നമ്മൾ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഓട്ടോ ഫിൽ ചെയ്ത് തരുന്നുള്ളത്. ഇതൊക്കെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പോകുന്ന സമയത്താണ്, അതായത് 5 lakhs പ്ലസ് ഉള്ള പോളിസികളിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഓട്ടോ ഫിൽ ചെയ്യുന്ന പോലത്തെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ. ഓട്ടോ ഫില്ലിംഗ് എന്തോ ഹൈബ്രിഡ് നേങ്ങിട്ട്, അതായത് നമുക്കൊരു 10 പോളിസി 10 lakhനാണ് ഇൻക്ലൂസീവ് പോളിസി. ഈ 10 lakhന്റെ പോളിസി എടുത്തതിന് ശേഷം ചെറിയ എന്തോ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എമൗണ്ട് 50 lakhിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം ഇവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ₹1 കോടി ഒരു കവറേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് വെച്ചിട്ട് അത്രയും വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും പ്രീമിയം. അതായത് ഇപ്പോൾ ഒരു 10,000-50,000 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ തന്നെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 10 lakhs-ന്റെ ഒരു ബേസ് കവർ വാങ്ങിച്ചു വെക്കുന്നത്. അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനും നിങ്ങൾക്ക് അത് മതി. കാരണം നമ്മൾ ഈ ബേസ് പ്ലാനുകളിൽ എപ്പോഴും ബെനിഫിറ്റ്സ് താരതമ്യേന കൂടുതലായിരിക്കും. അതിനകത്ത് നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും, നോ ക്ലെയിം ബോണസ് ഉണ്ടാകും, ഇങ്ങനെ കുറെ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. റൂമിന്റെ കാറ്റഗറി ഒക്കെ ഹയർ സൈഡ് ആയിരിക്കും. ആ സെയിം പോളിസി 10 lakhs-നെ നിങ്ങൾ 1 CR ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് കുറച്ചിട്ട്, പക്ഷെ എനിക്ക് ₹1 കോടി തന്നെ കവറേജ് വേണം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ബേസ് 10 lakhs എടുത്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ₹1 കോടി അഡീഷണൽ പ്ലാൻ എനിക്ക് 1 CR വരെയുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടും. പക്ഷെ അതിലൊരു ക്ലോസ് ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾ രണ്ടാമത് എടുത്തിരിക്കുന്ന ഓപ്ഷണൽ പ്രോഡക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ടാകും. ആദ്യത്തെ 10 lakh rupees, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ബേസ് എത്രയാണോ അതിന്റെ മുകളിലേക്ക് ആവശ്യം വരുന്നത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത് എടുത്തിരിക്കുന്ന പോളിസിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ പോളിസി കൊണ്ട് രണ്ടാമത്തെ പോളിസി കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് ആരുമില്ല എന്ന് പറയാം. പക്ഷെ ആദ്യത്തെ പോളിസിക്കകത്ത് ഇരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് അല്ലേ, ഒരാൾ 10 lakhs rupees എടുത്ത് തീർന്നു പോയി. പക്ഷെ ഇപ്പുറത്ത് ആ 1 CR പ്ലാൻ ഓപ്പൺ ആണ്. 1 CR ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം,
അത് യൂട്ടിലൈസ് ചെയ്യാം. ഇത് നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഒരു പോളിസിയിൽ നമുക്കൊരു 19,000 രൂപ പ്രീമിയം വരുന്ന സ്ഥാനത്ത് ഇത് 2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു 10-25 രൂപയെ കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ പോളിസിക്ക് നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിലേ ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂമോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റൂമിന്റെ അകത്ത് ഇരുന്നിട്ട് എല്ലാ ട്രീറ്റ്മെന്റും കവർ ചെയ്യാൻ അതിനെക്കൊണ്ട് സാധിക്കും. ഇപ്പൊ ഈ ചില കമ്പനികൾ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടല്ലോ ചില കമ്പനികൾ. അപ്പൊ അങ്ങനത്തെ ഒരാള് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? 100% എടുക്കണം. കാരണം എക്സാമ്പിൾ ഈ ESI എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ESI ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ബേസിക്കലി ESI പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ESI ഉണ്ടായതുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ ESI എന്ന് പറയുന്നത് ഒരു സർക്കാർക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തൊഴിലാളിനെ നിയമപ്രകാരം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഒരു ESI സംവിധാനം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ESIയുടെ സാലറിയുടെ ഒരു എമൗണ്ട് ഉണ്ടാവും. ഇതിന് അതുവരെയുള്ള എമൗണ്ടിനായിരിക്കും അവർ ESIക്ക് എന്ത് ചെയ്യുന്നത്, കവറേജ് കൊടുക്കുന്നത്. ഒരു വിഭാഗത്തിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ മാറുന്ന സമയത്ത് അവർക്കൊരു സാലറി ഹൈക്കോ കട്ടോ വരുന്ന സമയത്ത് ഇവര് ഈ നമ്മുടെ ആ മിനിമം എമൗണ്ട് ഉണ്ടല്ലോ, അവർക്കൊരു ESI എലിജിബിലിറ്റി ഉണ്ടല്ലോ, ഈ ESI എലിജിബിലിറ്റിയുടെ പുറത്തേക്ക് വരും. ഓൾറെഡി ഇവർ ESIയിൽ എന്തെങ്കിലും മേജർ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു റെഗുലർ ട്രീറ്റ്മെന്റ്സ് ആസ്മ പോലുള്ള സാധനങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നീട് ESIന്റെ എലിജിബിലിറ്റിക്ക് പുറത്തേക്ക് വന്നിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവർ ഓൾറെഡി അതിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സാലറി വർധനവ് ക്രൈറ്റീരിയ ഉണ്ടല്ലേ ESIക്ക് ഇത്ര സാലറി? അതൊരു മിനിമം സാലറി 25 രൂപ 30 രൂപ വരെയുള്ള സാലറിയുള്ള ആൾക്കാർക്കാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയ ഇൻഷുറൻസ് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സാലറി വർധനവ് കിട്ടിയിട്ട് വരിക എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ ഇവരെന്ത് ചെയ്തു, ESI പരിധിക്ക് പുറത്തേക്ക് പോകുന്നു. പക്ഷെ സർക്കാർ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. ഒരുപാട് വലിയ വലിയ കമ്പനീസിലൊക്കെ ഈ ONGസിലൊക്കെ വർക്ക് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യും, കോർപ്പറേറ്റ് കമ്പനികൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള കമ്പനികളിലെ ആൾക്കാർക്ക് എംപ്ലോയീസിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ തൊഴിലാളിയായിട്ട് നമ്മളവിടുത്തെ ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പോയി കഴിഞ്ഞാൽ പോകും. അവിടെ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ആ ജോലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ നിമിഷം എന്തായി, നമ്മുടെ ആ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ആവുന്നതോടുകൂടി നമ്മുടെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു. ഈ സെയിം നേരത്തെ നമ്മൾ ESIന്റെ കാര്യം പറഞ്ഞ അതേപോലത്തെ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം നമ്മൾ ആ സിസ്റ്റത്തിന് പുറത്ത് നമുക്കൊരു ആരോഗ്യ പ്രശ്നം, അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഒരു ആരോഗ്യ പ്രശ്നം വന്നു, എനിക്ക് ജോലിയിൽ തുടരാൻ പറ്റുന്നില്ല, ഞാൻ നിർത്തി ഇറങ്ങുന്ന സമയത്ത് എന്റെ ഈ ആനുകൂല്യം അവിടെ നഷ്ടപ്പെട്ടു, എനിക്ക് സ്വന്തമായ ഒരു ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഇതേ കമ്പനി പോലും എനിക്ക് എന്ത് ചെയ്യില്ല, നിയമപരമായിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ച് എനിക്ക് ഇഷ്യൂ ചെയ്യില്ല. അവിടെ ഇപ്പൊ എന്റെ കമ്പനി എന്നെ ഫ്രീ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എന്നെ എന്റെ ഫാമിലിനെ അല്ല. പക്ഷെ നമ്മൾ കാശ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് വേറെലായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഹെൽത്തി ആവുമ്പോൾ മാത്രമേ ഒരു കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എംപ്ലോയി ആയി തുടരാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങളിൽ ഒന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ ഇങ്ങനത്തെ, അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പൊ IT പ്രൊഫഷൻസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർ കോർപ്പറേറ്റ് മൾട്ടിനാഷണൽ കമ്പനീസ് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ. അത് എംപ്ലോയി ആയിരിക്കുമ്പോൾ മാത്രമുള്ള ആനുകൂല്യ ജോബ് 100% നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നം വന്നിട്ടാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ പ്രവാസികൾ കാര്യമില്ലല്ലോ. അതെ, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ പ്രവാസികളൊക്കെ നല്ല കമ്പനിയിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ കവറേജ് ആയിരിക്കും മൾട്ടിനാഷണൽ കമ്പനീസ് പുറത്ത് കൊടുക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ അവിടെ സെറ്റിൽഡ് ആണ്, ഇന്ത്യക്കകത്ത് ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു മേജർ അസുഖം വന്ന അവർ ഇന്ത്യയിലേക്ക് മടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ കിഡ്നി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ക്യാൻസർ ഡയഗ്നോസ് ചെയ്താല്, ലിവർ സിറോസിസ് പോലെയുള്ള അല്ലെങ്കിൽ ലിവർ ഡിസീസസ് എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ട്രസ്റ്റുകളെയും മറ്റ് സംഘടനകളെയൊക്കെ ആശ്രയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, പുതിയതായിട്ട് ഇൻഷുറൻസ് റൂൾ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സെയിം പ്രശ്നത്തിലേക്കാണ് ഈ എല്ലാ ഫെസിലിറ്റീസും അനുഭവിച്ച ഒരാൾ ഒരു ദിവസം രാവിലെ ഇറങ്ങി നിൽക്കുന്നത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത സ്ഥലത്തേക്കായിരിക്കും. കോർപ്പറേറ്റ് കമ്പനീന്റെ മോശമാണെന്നല്ല, നമുക്ക് പേഴ്സണൽ ആവശ്യം വന്നു കഴിയുമ്പോൾ അവിടെ എംപ്ലോയി ആയി തുടരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, കമ്പനി തരുന്ന ആ ഒരു ബെനിഫിറ്റ് എടുത്ത് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ പോളിസികളിൽ നോ ക്ലെയിം ബോണസ് പോലത്തെ ആനുകൂല്യങ്ങളുണ്ടാവും, അതുകൊണ്ട് നടക്കുക എന്നുള്ളത്. നോ ക്ലെയിം ബോണസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇയറിലൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. സെയിം പ്രീമിയത്തിന് നമ്മളൊക്കെ ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം എടുത്തിട്ട് കഴിഞ്ഞ വർഷം ഉപയോഗിക്കാൻ അത് ഓരോ പോളിസികളിലും ആനുകൂല്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ചില പോളിസികൾ ആദ്യത്തെ വർഷം തന്നെ 100% കിട്ടും. അഡീഷണൽ പേയ്മെന്റ് ചെയ്താൽ എല്ലാ വർഷവും നോ ക്ലെയിം ബോണസ് കിട്ടുന്ന പോളിസികളുണ്ട്. നോ ക്ലെയിം അല്ലെങ്കിൽ പോലും ബോണസ് കിട്ടുന്ന പോളിസികളുണ്ട്. ഓരോ പോളിസിക്ക് അനുസരിച്ചിട്ട് ആനുകൂല്യങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ ക്യാഷ്ലെസ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ക്യാഷ്ലെസ് അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തത്, എനിക്ക് ആ ബില്ലുകൾ വെച്ചിട്ട് ആ പേയ്മെന്റ് തിരിച്ചെടുക്കാം, റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ കോഴിക്കോട്
കോയസ് ഹോസ്പിറ്റലിൽ നമ്മൾ നമുക്ക് നെറ്റ്വർക്ക് ആണ് നെറ്റ്വർക്ക് ഇപ്പോൾ ഒരു കോയസ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണ് ഉണ്ട്. ഞാൻ അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ വിത്തിൻ 24 hours ഞാനത് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. എനിക്ക് അത് റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. 24 hours അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ചില കമ്പനികൾ കുറച്ചേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ 100% അതായത് ഓൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേയിൽ ഒരു ഒബ്സർവേഷൻ അല്ല, പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു ഏരിയ അതാണ്. നമ്മൾ ഫീവറോ മറ്റോ വന്നിട്ട് ഒരു 20 മണിക്കൂറോ അല്ലെങ്കിൽ 18 മണിക്കൂറോ ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടാവും ഒരു ഒബ്സർവേഷനിൽ. അവർ ചോദിക്കുക നമ്മളത് 24 മണിക്കൂർ ആക്കിയാൽ കിട്ടുമോ എന്നുള്ളതാണ്. അത് 24 hours ആക്കി മാറ്റിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അവിടെ ഒബ്സർവേഷൻ അല്ല നമ്മൾ പേ ചെയ്യുന്നത്. നമ്മളൊരു പ്രൊസീജിയർ ചെയ്യണം. മുറിവ് പറ്റി കഴിഞ്ഞാൽ തുമ്മിടുന്നത്, അല്ലെങ്കിൽ അപകടം പറ്റി കഴിഞ്ഞാൽ പൊട്ടൊക്കെ പറ്റി കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുന്നത്, അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന പല ലേസർ സർജറികൾ, അതായത് ഇപ്പം നമുക്ക് ഫേസിലൊക്കെ പറ്റുന്ന പല പരിക്കുകളും ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി ആയിരിക്കും ചെയ്യുന്നത്. കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും, അഡ്മിഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ഡേ കെയർ പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. OP ശരിക്കും വേറെയാണ്. നമുക്ക് പനിയോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖം വന്നിട്ട് കാണിച്ചിട്ട് അത് നമുക്ക് റീഇംബേഴ്സ് ഇല്ല, അത് OP അതാണ് ശരിക്കും ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ OP-യിലാണ് വരുന്നത്. OP-യിൽ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കഫ് ആൻഡ് സ്നീസിങ് പോലത്തെ സംഭവങ്ങൾക്കെല്ലാം പോയിട്ട് കൺസൾട്ടേഷൻ എടുത്തു, അതിന്റെ മെഡിസിൻ വാങ്ങിച്ച് പോരുന്നു. ചിലപ്പോൾ നമ്മളെ വൈറ്റൽസ് ഒക്കെ മോശമായതുകൊണ്ട് ചിലപ്പോൾ അവിടെ കുറച്ചൊരു ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരു ഇല്ല. അത് പ്രൊസീജിയേഴ്സിലല്ല വരുന്നത്, അത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനിലാണ് വരുന്നത്. ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഈ ഡെയിലി ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ ഒരു കൺഫ്യൂഷൻ ആണ്. ഡേ കെയർ പ്രൊസീജിയർ വേറെയാണ്, OP വേറെ. OP കിട്ടുന്ന പോളിസികളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഞാൻ ഈ റീഇംബേഴ്സ് എടുക്കാൻ ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടെന്ന് കിട്ടി. ഞാൻ 2 ദിവസം ഒരു ആക്സിഡന്റ് ആയിട്ട് ഞാൻ കിടന്നു. ഇപ്പൊ ട്രിക്കിയാണ്. അതായത് എനിക്കിപ്പോ ഈ സ്റ്റാറിനെ പോലെ തന്നെ വേറൊരു ഇൻഷുറൻസും കൂടി എടുക്കാന്ന് കുട്ടിക്കണം. അപ്പൊ എനിക്ക് 2 കമ്പനിയിൽ നിന്നും റീഇംബേഴ്സ് എടുക്കാൻ പറ്റും? ഇല്ല, അത് നമ്മൾ 2 കമ്പനിയിലും ഒരു ഇൻഷുറൻസ് എടുക്കാന്ന് ചെയ്യാം. അത് ഈക്വലി അല്ല. നമുക്കൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അതിന്റെ ഒറിജിനൽ ഡിസ്ചാർജ് സമ്മറിയും ബില്ലും അവിടെ സബ്മിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തവണ എന്ത് ചെയ്യുള്ളൂ, ഒരു ബില്ലും ഒരു ഡിസ്ചാർജ് സമ്മറിയും തരുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് പറഞ്ഞ കമ്പനിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ കമ്പനിയിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ കമ്പനിയിൽ ഒരു 2 ലക്ഷം രൂപയാണുള്ളത്. അപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പനി ഇൻഷുറൻസ് ഉണ്ടല്ലോ പേഴ്സണൽ, അതിനകത്ത് ഒരു 2 ലക്ഷം രൂപയുള്ളതെന്ന് കരുതാം. രണ്ടാമത് ഞാൻ പേഴ്സണൽ വാങ്ങിച്ചത് 3 ലക്ഷം രൂപയാണെന്ന് കരുതാം. എനിക്കൊരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് 4 ലക്ഷം രൂപയാണ് വന്നതെങ്കിൽ ആദ്യത്തെ കമ്പനിയിൽ നിന്ന് 2 ലക്ഷം രൂപയോ ബാക്കിയുള്ള 2 ലക്ഷം രൂപ എന്റെ രണ്ടാമത്തെ കമ്പനിയാണെന്ന് എടുക്കാം. അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ഡിസ്ചാർജ് സമ്മറിയും ബില്ലും ഉണ്ടാവുള്ളൂ. പക്ഷെ ആദ്യത്തെ കമ്പനി 2 ലക്ഷം രൂപ സെറ്റിൽ ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൈമാറി കഴിഞ്ഞാൽ രണ്ടാമത്തെ കമ്പനിക്ക് എന്ത് ചെയ്യാം, കാരണം ഈ മെഡിക്കൽ പ്രൂഫുകൾ ഇല്ലല്ലോ, അത് ആദ്യത്തെ കമ്പനി സെറ്റിൽമെന്റ് ഉപയോഗിച്ചല്ലോ, അവർ ഡിക്ലെയർ ചെയ്യണം ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ സെറ്റിൽ ചെയ്തു. ആ പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി എടുക്കാൻ കമ്പനി പോകും. അല്ലാണ്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് സ്റ്റാറിൽ 10 lakhന്റെ ഉണ്ട്, വേറൊരു എക്സ് എന്ന കമ്പനിയിൽ ഇതേപോലെ 10 lakhന്റെ എടുത്ത് എനിക്ക് ട്രീറ്റ്മെന്റ് ആകെ കോസ്റ്റ് ഒന്ന് 5 lakh ആണ്. എനിക്ക് ഇതൊന്ന് 5 അതൊന്ന് 5 എടുക്കാം. അത് അങ്ങനെ അങ്ങനെ 2.5 എടുക്കാം. ക്ലിയർ ആയില്ല. അതായത് ഞാൻ സ്റ്റാറിന് 2.5 എടുക്കും, എക്സ് എന്ന കമ്പനിയിൽ നിന്നും 2.5 എടുക്കും. അങ്ങനെയാണ് വരാം. അതോ മൊത്തം ഒരു കമ്പനിയാണ് എടുക്കുക? 5 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്താൽ മതിയല്ലോ. കാരണം നമ്മളിപ്പോ ഒരു പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസിനകത്ത് തന്നെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ആദ്യം എടുത്തത് ചെറുതായിരുന്നെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്തു, നമ്മളെ മെഡിക്കൽ എക്സ്പെൻസ് വന്നു. അപ്പൊ നമുക്ക് രണ്ടാമത് എടുത്തു വെച്ചിരിക്കുന്നതിലേക്ക് പോകാം. അത് കൂടുതൽ സംഭവിക്കുന്നത് ഇതേപോലെ കോർപ്പറേറ്റ് പോളിസികളും പേഴ്സണൽ നമ്മൾ എടുക്കുന്ന പോളിസികളും ഉള്ളിടത്താണ്. അല്ലെങ്കിൽ ESI ഉണ്ടായിക്കൊണ്ട് നമ്മൾ വേറെ പേഴ്സണൽ പോളിസി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇൻഷുറൻസ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് റിജക്ട് ആവാൻ ചാൻസസ് വരും? കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് അറിയാവുന്ന സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന മുൻപ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സർജറിയോ അല്ലെങ്കിൽ വലിയ ട്രീറ്റ്മെന്റ്സോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാതെ പോകുന്നിടത്താണ് കാര്യമായിട്ട് റിജക്ഷൻ വരുന്നത്. രണ്ടാമത് ഇൻഷുറൻസിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാതെ ആയിരിക്കാം ചിലപ്പോൾ വിപണനം നടന്നതോ അല്ലെങ്കിൽ വാങ്ങിച്ചതോ. അവിടേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ IRDA റൂൾ പ്രകാരമുള്ള എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ടാണ് ഒരു ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഒരാൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് പൊതുവെ ഇൻഷുറൻസിനകത്ത് പ്രശ്നം. അല്ലാതെ ഇൻഷുറൻസ് എന്ന കൺസെപ്റ്റിന്റെ പ്രശ്നമല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളുടെ എങ്ങനെയാണോ അതിനെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ 10 വർഷമായല്ലോ സാർ ഇൻഡസ്ട്രിയിൽ. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സാർ കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ഈ നമ്മൾ എടുക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്താ? അതായത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്
എൻ്റെ ഒരു സുഹൃത്ത് എടുത്തത് കണ്ട് അതേ പ്രോഡക്റ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പോളിസി എടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എടുത്ത് നല്ലൊരു കൺസൾട്ടന്റ് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സൈസും നമ്മുടെ സാമ്പത്തിക ശേഷിയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അതായത് നമ്മുടെ ഫാമിലിക്ക് സൂട്ടായിട്ടുള്ള ഒരു പോളിസി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവരുടെ ഉദ്ദേശമായിരിക്കില്ല നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവർ സാധാരണ പോകുന്ന ഹോസ്പിറ്റലിലായിരിക്കില്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അവരെടുത്ത് അതേ പോളിസി തന്നെ അവർക്ക് ആ റേറ്റിന് കിട്ടി എന്ന് കരുതി ഞാനും അത് വാങ്ങിച്ചു വെച്ചാൽ ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ വേറെ ആണെങ്കിൽ അവിടെ അതെന്തായിരിക്കില്ല, കറക്റ്റായിട്ട് വന്നോളന്നില്ല, മാച്ച് ചെയ്യില്ല. കാരണം പല കട്ടിങ്ങുകളും വരുന്നതിനൊക്കെ കാരണം അതാണ്. ശരി. അതുപോലെ തന്നെ സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു ഇൻഷുറൻസ് എടുത്തതിനെ കൊണ്ട് ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. എന്നാലും ജസ്റ്റ് ഇതായിട്ട് സ്റ്റോറി ആയിട്ടല്ല, ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് ഇൻഷുറൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും കാലം നമ്മൾ ആരോഗ്യവാന്മാരായി ഇരുന്നതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കേണ്ടാതെ പോയത്. അതാണ് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളിത് ഈ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന സമയത്തായിരിക്കാം മേജർ ഇൽനെസ്സുകൾ വന്നപ്പെടുന്നത്. കാരണം നമ്മൾ ഇതെടുത്തു വെച്ചിരിക്കുന്നത് എന്നേക്കോ നാളേക്കോ വേണ്ടിയല്ല, ഭാവിയിൽ നമ്മളിവിടെ ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാതിരിക്കാനാണ് നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇത് വേണ്ട എന്ന് പറഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ട്, അതായത് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എത്തിയതിനു ശേഷം ഉപേക്ഷിച്ച് പോയിട്ടാണ് ആൾക്കാർ ഈ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്ത് വീണ്ടും വന്നിട്ട് നമ്മളോട് പറയും ഇത്രയും കാലത്ത് ആ സീനിയോറിറ്റിയോട് കൂടി നിങ്ങൾ അത് പുതുക്കി തരണം, ഞങ്ങൾ ഇത്രയും കാലം പേ ചെയ്തതല്ല. അവിടെയാണ് ആ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ശരി. അപ്പോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ നെറ്റ്വർക്ക് വരുന്നുണ്ടോ? ഇല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇതില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സാധാരണ സർക്കാരിന്റെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവരുടെ എല്ലാ പേയ്മെന്റ്സും വരുന്നത്. ഇൻഷുറൻസ് കമ്പനികളുടെ അവർക്ക് അവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തതെങ്കിലും അവിടുത്തെ ബില്ലും റിപ്പോർട്ടുകളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെലവായ കാശും നമ്മൾ റീംബേഴ്സ് എടുക്കാൻ പറ്റും. റീവേഴ്സ് ഞാൻ എനിക്ക് ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കൊണ്ട് നേരെ അവർ ആംബുലൻസ് ആൻഡ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അവിടെ ഞാൻ എനിക്ക് ചിലവായ എക്സ്പെൻസ് ബില്ല് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാകുന്നത്. പിന്നീട് ഫാമിലി മെമ്പേഴ്സും മറ്റും എത്തിയിട്ടായിരിക്കും മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇനീഷ്യൽ ടൈമിലേക്ക് അവിടെ ചിലപ്പോൾ സ്കാനിങ്ങും MRIയും CT പോലുള്ള സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. അതെ, എന്നിട്ട് രണ്ടാമത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെല്ലുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ക്യാഷ്ലെസ് ഫെസിലിറ്റി കൊടുക്കും. അഡ്മിഷന് മുൻപേ ഉള്ളതും പിന്നീട് ശേഷമുള്ളത്, അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ ബില്ലുകളും റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കമ്പനികളും അത് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോ ഈ ട്രീറ്റ്മെന്റിന് മാത്രമല്ലല്ലോ, നമുക്ക് ഈ ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് വരുന്ന ഈ മരുന്നിന്റെ ഇതൊക്കെ ഇതിൽ കവർ ആവുന്നുണ്ട്. എല്ലാം അതൊക്കെ കവർ എല്ലാം കവർ ചെയ്യും. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലൈസേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കളക്ടറും നമ്മളൊരു സർജറിക്ക് പോലുള്ള സംഭവങ്ങൾക്ക് വിധേയമാകുമ്പോൾ ആദ്യം തന്നെ ചെന്ന ദിവസം അല്ല അത് നടക്കുന്നത്. നമ്മൾ അതിന്റെ മുമ്പേ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലോ മറ്റായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം അവർ മെഡിസിനോ മറ്റോ തന്നിട്ടുണ്ടാവും, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും, സ്കാനിങ്, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടം എത്തിക്കഴിഞ്ഞാണ് ഒരു CA പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മേജർ ഇൽനെസ് എന്തോ ആയിക്കോട്ടെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്തതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സർജിക്കൽ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റിൽ എത്തുമ്പോഴാണ് ക്യാഷ്ലെസ് കിട്ടുന്നുള്ളൂ. അതിന് മുമ്പേ നമ്മൾ വലിയൊരു എമൗണ്ട് ഈ ഒരു അസുഖം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു അഡ്മിഷന് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഈ പീരീഡിലുള്ള എല്ലാ ബില്ലും, മെഡിസിൻ കൺസൾട്ടേഷൻ ഫീസ് ഉൾപ്പെടെ, അതുപോലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്ലാനിനനുസരിച്ചായിരിക്കും 3 മാസം 6 മാസം വരെയുള്ള ബില്ലുകളും കമ്പനി എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷേ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം കേട്ടത്, നമുക്ക് ഇൻഷുറൻസ് അത് ക്ലെയിം റീഇംബേഴ്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് വൈത്താലെ നമുക്ക് നടക്കണം, കുറേ പ്രൊസീജിയർ, അങ്ങനെ കുറേ അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാഷ്ലെസ് ക്ലെയിം കിട്ടിയ ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് കറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം. പലപ്പോഴും ആളുകൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബില്ലുകൾ മാത്രം സബ്മിറ്റ് ചെയ്തിട്ട് ആയിരിക്കും കൊറിയർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കമ്പനിക്ക് അയച്ചിട്ട് അവർ പേഴ്സണലി എടുത്ത് കമ്പനി ഡയറക്റ്റ് അഡ്രസ്സിലേക്കൊക്കെ അയച്ചിട്ടുണ്ടാകും റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട്. ക്ലെയിംസ് പ്രോസസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് അതിൽ കുറെ ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റിന്റെ ബില്ലേ എത്തിയിട്ടുണ്ടാവുള്ളൂ, റിപ്പോർട്ട് അതിന്റെ കൂടെ ഇല്ല. കമ്പനി ചോദ്യങ്ങൾ ചോദിക്കും തിരിച്ചിട്ട്, ഇതൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം വീണ്ടും. അപ്പൊ അതിന്റെ ആ പ്രോസസിംഗ് ടൈം കൂടുന്നത് അതുകൊണ്ടാണ്. പക്ക ഡോക്യുമെന്റ് ആയിട്ടാണ്, പ്രോപ്പർ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ 2 to 3 വീക്സിനുള്ളിൽ എന്ത് ചെയ്യും, ഒരു ഇൻഷുറൻസ് കമ്പനി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ചെലവായ കാശ് സെറ്റിൽ ചെയ്യും. ഇതിലിപ്പോ ഒരുപാട് ഇൻഷുറൻസ് ഏജന്റുമാരുണ്ട്. ഇപ്പൊ പല ആൾക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട്, പല ആൾക്കാരും നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. ഇതിൽ ഏതാണ് റിയൽ? ചിലപ്പോൾ ഇതിൽ കുറെ ഫ്രോഡ് ആയിട്ടുള്ള കുറെ പലതും നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ.
അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആള് ജെന്യുവൻ ആണ് അല്ലെങ്കിൽ ഫ്രോഡ് അല്ല എന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അതിപ്പോൾ കഴിയുന്നതും നമുക്ക് ഓൺലൈൻ വഴിയുള്ളത് നമുക്ക് എടുക്കാം. പക്ഷേ ഓൺലൈൻ വഴി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ നമുക്ക് ഒരാളെ ഒരു പരിചിതനായ ഒരാൾ ഉണ്ടായിക്കോളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതേപോലത്തെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പരിചയമുള്ള ആളുകളിൽ അല്ലെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഇൻഷുറൻസ് കൺസൾട്ടന്റിന്റെയോ പ്രൊഫഷണൽസിന്റെയോ കയ്യിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതും. ഇതിന്റെ ഒരു ഗുണം എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വാങ്ങിച്ച ആൾ തന്നെയാണ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അവിടെ അവർക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരു നല്ലൊരു അഡ്വൈസർക്ക് സാധിക്കും. ആ ഒരു കൺസൾട്ടന്റിന് എന്ത് ചെയ്യാൻ നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം പറ്റും. പെട്ടെന്ന് എന്തൊരു ആക്സിഡന്റ് പറ്റി, ഈ സമയത്ത് എനിക്ക് ചിലപ്പം എന്റെ ഫാമിലീസിനെ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ശിവമാണ് എനിക്ക് വേണ്ടിയിട്ട് ഇൻഷുർ ഉള്ളത്, എനിക്ക് ആളാണെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ പറ്റും, ആള് നമുക്ക് വേണ്ടി സംസാരിക്കും. അതായത് ആള് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആള് ഫാമിലിയായിട്ട് ഈ ഡോക്ടറിനുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെ വെച്ചതെന്ന് അറിയില്ലുണ്ടാവില്ല. ഹോസ്പിറ്റലൈസേഷൻ ചെല്ലുമ്പോൾ വൈഫിന് ആകെ അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമായിരിക്കാം. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു അഡ്വൈസർ ആണെങ്കിലല്ലേ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനാണ് അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ഒരു ഓൺലൈൻ വഴിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സർവീസ് ചെയ്യാൻ ആ സമയത്ത് ആളെ കിട്ടിക്കൊള്ളണം എന്നില്ല. അവിടെയും നമ്മൾ ക്യാഷ്ലെസ് ഉള്ള ഒരു കമ്പനിയുടെ കാർഡ് എടുത്തു വെച്ചാലും ചിലപ്പോൾ നമ്മൾ ഈ പേയ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റീഇംബേഴ്സ്മെന്റ് പോകേണ്ടി വരും. കാരണം ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ടായില്ല, ഒരാളില്ലാതെ പോയി എന്നുള്ളതാണ്. എപ്പോഴും ഒരു ക്വാളിറ്റി ഉള്ള, അതായത് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസർ ചെയ്യുന്ന എടുക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള സാധനത്തിന് ഗുണം ചെയ്യും. കാരണം അവര് നിങ്ങളുടെ നീഡ് മനസ്സിലാക്കിയിട്ടാണ് അവർ ആ സാധനം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ അത് ആ ഉൽപ്പന്നം വിറ്റഴിച്ചു പോവുക എന്നുള്ള മാനസിക സ്ഥിതി ആയിരിക്കില്ല. ഓൺലൈനിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഉൽപ്പന്നം മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ സർവീസ് അതത് പ്രാദേശിക ഏരിയകളിലാണ് എന്ത് ചെയ്യുന്നത്, അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള സർവീസുകൾ വരുന്നത്. അപ്പം ആരോഗ്യ ഇൻഷുറൻസിന്റെ കേസിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം വാങ്ങിച്ച ആളാണ് റിസ്കിൽ നിൽക്കുന്നതെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൊഫഷണൽ തന്നെ അറിയാം. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മളെ ഈ ലാബിൽ പോയി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവോ? അത് എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ഞുവേദന വരികയാണ്, അപ്പൊ ഞാൻ പോയിട്ട് എന്റെ ECG അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇതിൽ ക്ലെയിം ചെയ്തെത്താൻ പറ്റും. അത് ഡോക്ടറിന്റെ ഇതൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിവിടെ അധിക ഇൻഷുറൻസുകളിലും നമ്മളൊരു നോ ക്ലെയിം ബോണസ് കൊടുക്കുന്ന അതേപോലെ തന്നെ വർഷത്തിൽ നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും സം ഇൻഷുറിനെ ബേസ് ചെയ്താണ് 5-ന് ഒരു 1000 രൂപ 2000 രൂപ എന്നുള്ള രീതിയിൽ 10-ന് 5000 എന്നൊക്കെ പറഞ്ഞ പല പ്ലാനുകളിലും പല പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സം ഇൻഷുർഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ എലിജിബിലിറ്റി അവർ ഓഫർ ചെയ്യും. ചില പ്രോഡക്റ്റുകളിൽ അത് നോ ക്ലെയിം ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ചിലത് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും നമ്മൾ ആ എമൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് സർക്കാർ അംഗീകരിച്ച ലാബുകളിൽ എവിടുന്നെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എവിടുന്നെങ്കിലും ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിന്റെ ഒറിജിനൽ ബില്ലും റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാറിന് ഈ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒരാളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് എടുക്കുമ്പോൾ ഒരു ഗോൾഡൻ റൂൾ എന്ന് സാറിന് പറയാൻ പറ്റുന്നതിനുണ്ട്. അതായത് എടുക്കുന്ന സമയത്ത് എന്ത് നോക്കിയിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങൾ നോക്കിയിരിക്കണം, ഈ ഒരു ഗോൾഡൻ റൂൾ, അങ്ങനെ എന്തെങ്കിലും സാറിന് പറയട്ടെ? അത് നമ്മളത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നല്ല 2-3 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും ഒരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് അതിന്റെ വാല്യൂവിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് വളരെ മോശമായിരിക്കും എന്തായാലും, അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തേക്കാണ് നമ്മളത് ഉപയോഗിക്കാൻ പോകുന്നുള്ള, നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഇത്. നമ്മളത് ഏറ്റവും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഇല്ല, അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്ന പോളിസികളായിരിക്കണം എടുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പല കമ്പനികളും നമ്മൾ ഉൾപ്പെടെയുള്ള നമുക്കും ഉണ്ട് അങ്ങനത്തെ പ്രോഡക്റ്റുകൾ. മോഡേൺ ട്രീറ്റ്മെന്റിന് ക്യാപ്പിംഗ് ഉണ്ടാകും. അതായത് അതിന് നിശ്ചിത ശതമാനം മാത്രമേ മോഡേൺ ട്രീറ്റ്മെന്റിന് എന്ത് ചെയ്യുള്ളൂ, പേയ്മെന്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി, ഓറൽ കീമോതെറാപ്പി, സ്റ്റെംസെൽ തെറാപ്പി, അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് റോബോട്ടിക് സർജറി ഒക്കെ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ക്യാപ്പിംഗ് ഉണ്ടാവും. അതായത് ലിമിറ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ 50% അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കോസ്റ്റിന്റെ 30%, 60% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ ആ ഇൻഷുറൻസിൽ ഈ മോഡേൺ ട്രീറ്റ്മെന്റിന് ക്യാപ്പിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവര് സ്പീഡി റിക്കവറിക്ക് നമുക്കൊരു സംഭവം സജസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഇൻഷുറൻസ് ചിലപ്പോൾ ഇത് ഫുൾ കവർ ആയിരിക്കില്ല, 50% ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് കമ്പനീനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ബെനിഫിറ്റുകൾ കൂടുതൽ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രീമിയം കൂടുതൽ വരുന്നത്. അതാണ് നമ്മൾ ചില ആൾക്കാർ പറയും, നിങ്ങൾ വാങ്ങിച്ചതിന് 10,000 രൂപയുള്ളൂ, ഞാൻ വാങ്ങിച്ചപ്പോൾ 18 രൂപയായിരുന്നു. അത് ഈ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രോബബ്ലി എല്ലാം കവർ ചെയ്യുന്നതാണ്. പക്ഷെ വേസ്റ്റ് പോളിസിക്കകത്ത് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിനകത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ മോഡേൺ ട്രീറ്റ്മെന്റ് നമ്മൾ 100% കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്.
പിന്നെ കസ്റ്റമേഴ്സിന്റെ ചോയ്സ്. ചിലപ്പോൾ നമ്മൾ എല്ലാവരും അലോപ്പതിനെ ആയിരിക്കില്ല ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ ആയുർവേദം ആവാം, ഹോമിയോ ആവാം, യുനാനി ആയിരിക്കാം. അങ്ങനെ ആയുഷിന്റെ ഇതിൽ വരുന്ന എല്ലാ ട്രീറ്റ്മെന്റ് ടൈപ്പുകളും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ ഇതില് നോർമൽ ഇത് മാത്രമല്ല, എല്ലാ ആയുർവേദം, അലോപ്പതി ഒക്കെ അത് എല്ലാ പ്രോഡക്റ്റും മുമ്പ് കവർ ചെയ്യായിരുന്നു. ഇപ്പൊ ഒരുവിധം എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ കമ്പനികളിലും അത് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ പോലെയുള്ളത്, നോ ക്ലെയിം ബോണസ്. നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ വലിയൊരു പോയിന്റാണ്. കാരണം നമ്മൾ ഒരാൾക്ക് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നമായിരിക്കാൻ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ചെറുതാണെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് അത് റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ, നോ ക്ലെയിം ബോണസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, മോഡേൺ ട്രീറ്റ്മെന്റ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്, പക്ഷെ ചിലപ്പം ഇപ്പുറത്ത് വേറെ ആൾ വാങ്ങിച്ച 5ന്റെ ഈ ബെനിഫിറ്റ് പോലും ഈ 10 ഉണ്ടാവില്ല. കവറേജ് കൂടിയതുകൊണ്ട് കാര്യമില്ല, അതിനകത്തുള്ള ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ചില നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കൊരു റൂമിന് ഇത്ര റേറ്റ്, അത് ആദ്യം അവർ പറയില്ല. 10 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ റൂം നമുക്ക് എത്ര 10,000 വരെ റൂം എടുക്കാം, 5,000 10,000 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇൻ കേസ് നമ്മൾ അറിയാണ്ട് അതിൽ കൂടുതലുള്ള റൂം എടുത്തു പോയാൽ നമ്മൾ മൊത്തം ഇൻഷുറൻസ് കട്ടാവും. ഇൻഷുറൻസ് കട്ടാവില്ല. സാധാരണഗതിയിൽ നമ്മളൊരു ഇൻഷുറൻസ് വിൽക്കുന്ന സമയത്ത് റൂം റെന്റിന് വലിയൊരു പ്രാധാന്യം വരുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിൽ ഒരു ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിലും ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂമിനെ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മളൊരു 5,000 റുപ്പീസിന്റെ താഴെ ഒരു റൂമിൽ ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിരിക്കില്ല 6,000 അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കോ പോകുന്ന സമയം 5,000 ഒരു നഴ്സിംഗ് കോസ്റ്റ് ഇത്ര ആണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് കോസ്റ്റ് മാത്രമല്ല, റൂം റെന്റ് മാറുന്നതോടുകൂടി പ്രൊസീജിയർ ചാർജ് മാറും, ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് മാറും, ഡോക്ടർ ഫീ മാറും, അനസ്തേഷ്യന്റെ ചാർജ് മാറും. ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാകും. യെസ്. അപ്പൊ നമ്മളൊരു 5,000 റുപ്പീസിന്റെ താഴെ എലിജിബിലിറ്റി ഉള്ള ഒരാള് ഒരു സർജറിക്ക് പോകുമ്പോൾ ഒരു 90,000 ഒക്കെ കോസ്റ്റ് ഉള്ള ഒരു സർജറിക്ക് അയാൾ ഒരു 4,000 രൂപയുടെ റൂമിൽ എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ ഓക്കെ, അതേ വ്യക്തി ഒരു 6,000 രൂപ, അവിടെ റൂമിന്റെ അവൈലബിലിറ്റി കുറവുകൊണ്ട് അവർ എന്ത് ചെയ്തു, 6,000 രൂപയുടെ റൂമിലേക്ക് മാറി. അവരെ സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തെ സർജറി കഴിഞ്ഞ് പോരുന്നവരെ 2 ദിവസത്തേക്ക് ഒരു 2,000 വെച്ചിട്ട് 4,000 റുപ്പീസേ അഡീഷണൽ വരുന്നുള്ളൂ എന്നാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ ഈ റൂമിന്റെ എലിജിബിലിറ്റി മാറി ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ 90,000 മാറി 1,400 1,30 ഒക്കെ ആയിട്ടുണ്ടാകാം. അത് നോർമൽ ബില്ല് ആണെങ്കിൽ പോലും ഹോസ്പിറ്റലുകളുടെ ഒരു ബില്ലിംഗ് സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ അപ്പൊ ഇൻഷുറൻസിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമർ എലിജിബിലിറ്റിക്ക് മുകളിലുള്ള റൂമാണ് എടുത്തതെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ആ ഹോസ്പിറ്റലിൽ അവരുടെ എലിജിബിലിറ്റി റൂം പ്രകാരം എത്രയാണോ ആ ട്രീറ്റ്മെന്റിന് ചാർജ് ചെയ്തത് അതേ പേ ചെയ്യുള്ളൂ. ഹ്യൂജ് കട്ടിങ് വരുന്നത് അവിടെയാണ്. അവിടേക്കാണ് നമ്മൾ എപ്പോഴും റൂം റെന്റിന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുതെന്ന് കസ്റ്റമറുടെ അടുത്ത് പറയുന്നത്. റൂം റെന്റ് എല്ലാവരും കയ്യിൽ നിന്ന് കൊടുത്താൽ ഒരു അഡീഷണൽ എന്നുള്ള ചിന്താഗതിയിട്ട് അവിടെ അത് വർക്കൗട്ട് ആവില്ല. അതുപോലെ തന്നെ നമ്മളെ ഒരു ഫാമിലി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 18 വയസ്സിന് താഴത്തേക്കുള്ള മക്കൾ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ ഇൻക്ലൂഡ് ആവും. എപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾ അതും തന്നെ പാറ്റേൺ. പിന്നെ അനിയന് 16 വയസ്സാണ്. അപ്പൊ അവനക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റും. അവർ ആ പോളിസിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഉപ്പയ്ക്ക് ഉമ്മയ്ക്ക് പോളിസി എടുത്ത സമയത്ത് ഈ അനിയനും കൂടെ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയന് 18 കഴിഞ്ഞാൽ എന്റെ പ്രീമിയം മാറും. ഇല്ല, 25 വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങളായി തന്നെ കണ്ടിട്ട് പോളിസിക്കകത്ത് തുടരാൻ പറ്റും. പോളിസി 2 വയസ്സാണ്. അപ്പൊ ഞാൻ 25ലേക്ക് കടന്നാൽ എന്റെ പ്രീമിയം മാറും. 25 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പോളിസി ആയിട്ട് വരും. എനിക്ക് സെപ്പറേറ്റ് ആണല്ലോ, എനിക്ക് ഇൻഡിവിജ്വൽ ആണ്. ഇപ്പൊ ഇൻഡിവിജ്വൽ പോളിസി ഫസ്റ്റ് തന്നെ എനിക്ക് എടുത്തത്, പിന്നെ ഞാൻ ഫാമിലിക്ക് എടുത്തത്. അപ്പൊ എനിക്ക് 21 വയസ്സിലിട്ടാണ് നമ്മൾ എടുത്തു തോന്നുന്നുണ്ടല്ലേ. 21 കഴിഞ്ഞ് 25ലേക്ക് മാറുമ്പോൾ എനിക്ക് ഇൻഡിവിജ്വൽ പോളിസിന്റെ പ്രീമിയം മാറും. അല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പോളിസി ആയതുകൊണ്ട് 36 വയസ്സ് വരെ നിങ്ങൾക്ക് സെയിം പ്രീമിയം തന്നെയാണ് വരുന്നത്. ഏത് ഏജ് ആകുമ്പോഴാണ് ഇതിന് മാറ്റം? അത് പോളിസി പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, ചില പോളിസികൾ 30 ഏജ് സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലതിൽ 35. അതായത് 17 വയസ്സ് വരെ 35 വയസ്സ് വരെ കിട്ടുന്നുണ്ട്. അങ്ങനെ സ്ലാബ് സിസ്റ്റം ആണ്. 36 മുതൽ 45, ചിലതിൽ 36 40 വരുന്നത്. എന്തായാലും 5 വർഷത്തെ 35 വയസ്സ് കഴിഞ്ഞാൽ 5 വർഷത്തെയാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇടവേള എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കൊരു ധൈര്യമാണ് അല്ലെ. അതുപോലെ എനിക്കിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ഇൻഷുറൻസ് എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഫാമിലിക്ക് എടുക്കണോ എനിക്ക് എടുക്കണോ എന്ന് തിങ്ക് ചെയ്ത്. ലാസ്റ്റ് ഞാൻ എനിക്ക് എടുത്തിട്ട് പിന്നെ കുറച്ച് പൈസ വന്നിട്ട് ഫാമിലിക്ക് എടുക്കാന്ന് വിചാരിച്ചു. അതിലേക്ക് എത്താൻ റീസൺ എന്താ വെച്ചാല് എനിക്ക് എന്ത് അപകടം പറ്റി കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ എന്റെ പാരന്റ്സിനോട് ഓടാൻ. എന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് അവർ പൈസക്ക് വേണ്ടി ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ അവർക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റും, പൈസന്റെ ആവശ്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ എടുത്താൽ ഒരു പ്രത്യേകം ഒരു ധൈര്യമാണ്. ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോഴായാലും എന്തായാലും നമുക്കൊരു ധൈര്യമാണ്. ഇവിടെ ഒരു ഫണ്ട് 10 ലക്ഷം രൂപ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ നമ്മളെ ഫുഡ് ഹാബിറ്റുകൾ കാര്യങ്ങളെല്ലാം പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചില സമയത്ത് ഒരു ഇടത്തരക്കാര് ശരിക്കും നിങ്ങൾ നേരത്തെ തുടങ്ങിയ പോലെ ലക്ഷറീസ് ആയിട്ടല്ല ഇതിനെ കാണേണ്ടത്. കാരണം നമുക്ക് സാമ്പത്തിക ശേഷി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ
ഒരു ട്രീറ്റ്മെന്റിനായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ചെറിയ ശതമാനം അധികം അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇറങ്ങുന്നത്. പക്ഷെ ഒരു ഇടത്തരത്തിൽപ്പെട്ട ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഏണിംഗ് നമ്പറെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ആയുഷിലെ ആസ്തി മുഴുവൻ അവരെന്ത് ചെയ്യേണ്ടി വരും, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ അവിടെ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല എങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അവിടെ പോകുമ്പോൾ അവർ പറയുന്ന ചാർജ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമ്മൾ ചിലപ്പം പല ആൾക്കാരും 10-20 രൂപ വെച്ചിട്ട് മാസം സേവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു 5-10 ലക്ഷം രൂപ ആക്കുന്ന സമയത്ത് ഒരു അസുഖം കടന്നു വരുന്നു. ഇത്രയും കാലത്ത് ആസ്തി മുഴുവൻ എന്ത് ചെയ്യും, അത് കൊണ്ടുപോകും. ചില നമ്മൾ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചതാണ് ഒരു അസുഖം വരവോടുകൂടി അവരെ ഒന്നുമല്ലാതാക്കുന്നത്. അവിടെ അവർ ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പലപ്പോഴും ആൾക്കാർ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഗോൾഡ്, പ്രോപ്പർട്ടി, ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഭാവിയിലേക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അവർ പുതിയതായി ഉണ്ടാക്കി വെച്ചാണ്. പക്ഷെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മെച്ചൂരിറ്റി എത്തുന്നതിന് മുമ്പേ ലൈഫ് ഇൻഷുറൻസ് പോലും സറണ്ടർ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏൺ ചെയ്തത് പുറത്തേക്ക് ഒഴുകി പോവാതിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്തില്ല, ബ്ലോക്ക് ചെയ്തില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് പുതിയതായി ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഏൺ ചെയ്തതിനെ പുറത്തേക്ക് ഒഴുകി പോകുന്ന തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആരോഗ്യ ഇൻഷുറൻസിന് സാധിക്കും. അതിന്റെ ആബ്സെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പല ആൾക്കാരും കടക്കണിയിലേക്ക് ആവുന്നതും വൻ സാമ്പത്തിക ബാധ്യതയിലും ചെന്നുപെടുന്നത്. കാരണം ഉണ്ടാക്കിയത് മുഴുവൻ ഹോസ്പിറ്റൽ. മുമ്പുള്ള ആൾക്കാരും പറയുന്നത് കേട്ടില്ലേ, നമുക്ക് ഇതൊന്നും പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയല്ല. കാരണം നമ്മുടെ ഫാമിലി മെമ്പർ നമുക്ക് വേണ്ടി, മീൻസ് നമ്മുടെ പാരന്റ്സോ ആരോ നമുക്ക് വേണ്ടി അഡ്വാൻസ് വന്നത്, അവരുടെ അസുഖം വന്നിട്ട് അവര് തന്നെ എന്ത് ചെയ്തു, തിരിച്ചു കൊണ്ടുപോകണം. പോകുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർക്ക് കൊടുത്തിട്ട് അവരത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭാവിയിലേക്ക് കരുതി വെച്ചല്ലേ കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നിങ്ങളെ ഇൻഷുറൻസ് 10 lakhന് എടുക്കുന്ന സമയത്ത് എന്തോ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇഷ്ടംപോലെ പ്ലാനുകളുണ്ടോ അല്ലെ, അതിൽ എനിക്ക് ആ ഒരു എല്ലാ പ്ലാനിന്റെ പേര് ഹെൽത്ത് അഷ്യൂർ തന്നെ പെൻഷൻ. അപ്പൊ അതിനേക്കാൾ പ്രീമിയം പ്ലാൻ വേറെ വെക്കാം. അതെ, അതിനുശേഷം ദോഷാൽ എനിക്ക് ആ ഒരു സ്റ്റാറിന്റെ അഷ്യൂർ എന്ന് പറഞ്ഞ ഒരു പോളിസി എനിക്ക് എടുക്കാൻ തരാൻ കാരണം നിങ്ങളുടെ അടുത്ത് നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞ ഇത് കുറെ പോയിന്റ്സ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പോളിസിയിൽ മോഡേൺ ട്രീറ്റ്മെന്റ് 100% കവേർഡ് ആണ്, 100% കവർ ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ അൺലിമിറ്റഡ് ടൈം ആണ്. അത് പാർഷ്യൽ യൂട്ടിലൈസേഷൻ ആയാലും ഫുൾ യൂട്ടിലൈസേഷൻ ആയാലും 100% തരുന്നുണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റിന് ശേഷം വരുന്ന, അതായത് ക്ലെയിമിന് ശേഷം വരുന്ന ആ ഒരു പോസ്റ്റ് പീരീഡില് പല പോളിസികളിലും 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം വരെ കവർ ചെയ്യുന്നു. ഇത് 180 days, അതായത് 6 മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മേജർ ട്രീറ്റ്മെന്റ്സിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് പോളോവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 5-6 മാസം വരെ ചികിത്സകൾ നടക്കുന്നുണ്ടാവും. അപ്പൊ അത് 6 മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട്, നീട്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഭാവിയിൽ മാരേജ് ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞിന്, വൈഫിന്, കുഞ്ഞിനെ എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ഫാമിലി പോളിസി ആയിട്ട് കൊണ്ടു നടക്കാനും പറ്റുന്ന ഒരു പോളിസിയാണ്. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇനി ഒരുപാട് സംശയങ്ങളുണ്ടോ, അപ്പൊ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തൂടെ ഞാൻ വീഡിയോയിൽ? ഷുവർ. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്തതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു. ഒരാൾക്ക് പറഞ്ഞു തന്നതിൽ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ Day 1 തൊട്ടിട്ട് ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അതേപോലെ തന്നെ ആദ്യത്തെ 2 വർഷത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അസുഖങ്ങളുടെ ഒരു ലിസ്റ്റ് ആയിട്ട് അത് ഇന്ത്യൻ ഇൻഷുറൻസ് ബോർഡിന്റെ പ്രകാരം നമ്മൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഒരേപോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാവരും ഒരേപോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിൽ നമ്മൾ നീട്ടി വെച്ച് ചികിത്സിക്കാവുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. അത് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പൈൽസും വെരിക്കോസ് വെയിനും മുട്ടുവേദന, നടുവേദന എന്നുള്ള അങ്ങനത്തെ ജനസിൽപ്പെട്ട സംഭവങ്ങളാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അത് മിക്കവാറും അസുഖങ്ങളും സെൽഫ് ഡയഗ്നോസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളൊരു കൺസൾട്ടേഷന് പോയാൽ മെഡിസിൻ ഒക്കെ എടുത്ത് നീട്ടി പോയിട്ട് വേറൊരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു സർജിക്കൽ പ്രൊസീജിയറിനോ അല്ലെങ്കിൽ അങ്ങനെയാണ് പൊതുവെ ആൾക്കാർ പോവാറ്. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങൾ നമ്മൾ 31st onwards പ്രൊട്ടക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായി വന്ന് ഇൻഷുറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് മുതിരും. അങ്ങനെ വരുന്ന സമയത്ത് ഇൻഷുറൻസ് കൺസെപ്റ്റ് നിലനിൽപ്പില്ല. അപ്പൊ അത് മൊത്തം ഇൻഷുറൻസ് വിപണനത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇൻഷുറൻസ് ബോർഡ് അങ്ങനെ നീട്ടിവെച്ച് ചികിത്സിക്കാവുന്ന ജീവിതശൈലി രോഗങ്ങളെ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞാൽ അതുകൂടെ, അതായത് നമ്മളിവിടെ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളെല്ലാം പോളിസി എടുത്ത് 1 മാസം കഴിഞ്ഞ് ഉടനെ കവർ ചെയ്യുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അതുകൂടെ നമ്മുടെ കവറേജിന്റെ ഉള്ളിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സമീപിക്കബിലിറ്റി നോക്കണ്ട. ആരോഗ്യകാരനായ ഒരാൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം കഴിയുന്നതോടുകൂടിയാണ് അയാൾ പരിപൂർണമായിട്ട് കവറേജിനകത്തേക്ക് വരുന്നത്. 2 വർഷം കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ സേഫ് ആയി നമുക്ക് വേണമെങ്കിൽ പറയാം. ഫൈനാൻഷ്യലി അതിനു വേണ്ടിയുള്ള ഒരു ബേർഡൻ നമ്മൾ തരുന്ന പോയി കിട്ടുന്നവർ. അതെ, നിലവിൽ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മുടെ പോളിസിക്കകത്ത് രേഖപ്പെടുത്തുകയും അതിന് ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് ചില പോളിസികളിൽ നമ്മൾ 31ാമത്തെ ദിവസം തൊട്ടിട്ട് എല്ലാ അസുഖങ്ങളും കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്യും. ചിലതിൽ ഒരു അഡീഷണൽ പേയ്മെന്റിന് തയ്യാറല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമായിരിക്കും ആ നിലവിലുള്ള അസുഖം കവർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറേ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിനു വേണ്ടി സാറിന്റെ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തലേന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ടീം ഈ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളാണ് ഞാൻ ആക്ച്വലി അവിടെ ചോദിച്ചത്. അപ്പോൾ അതിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സാറിന്റെ സമയം നമുക്ക് വേണ്ടി തന്നത് ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഷുവർ, താങ്ക് യു സോ മച്ച്.